ഹലോ ഐസ് വെൽക്കം ടു ക്വസ്റ്റൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു മൂവിയുടെ റിവ്യൂ ആണ്. സോ ഒരു ഇന്ത്യൻ മൂവി റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹനുമാൻ എന്നാണ് പടത്തിൻ്റെ പേര്. ഇതൊരു സൂപ്പർ ഹീറോ മിത്തോളജി ഫാൻറ്റസി ആയിട്ടുള്ളൊരു പടമാണ്. സോ നമ്മുടെ ഹിന്ദു പുരാണത്തിലുള്ള ഹനുമാൻ ബേസ്ഡ് ആയിട്ട് വന്നൊരു പടമാണിത്. പടം വന്ന് കിടിലം പടം. ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. ആൾറെഡി ഈ പടം സൂപ്പറാണെന്ന് ഞാൻ അറിഞ്ഞ്, പക്ഷേ തിയേറ്ററിൽ പോയി പടം കാണാൻ പറ്റിയില്ല. കാരണം ഈ പടം വന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്റേഴ്സിൽ മാത്രമേ റിലീസായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടം എനിക്ക് കാണാൻ പറ്റിയില്ല. ബട്ട് ഫൈനലി OTT വന്നപ്പോൾ ഞാൻ കണ്ടു. പടം സൂപ്പറായിട്ട്, ഒരു രക്ഷയില്ല. കിടിലം മൂവി. ആ കോൺസെപ്റ്റും എല്ലാം സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ പടത്തിൻ്റെ ബഡ്ജറ്റ് കുറവാണ്, ഒരു 40 crores ഉള്ളൂ. കാരണം ഇപ്പോൾ പറഞ്ഞ പടങ്ങളൊക്കെ ബഡ്ജറ്റ് പറയേണ്ട ആവശ്യമില്ല. 200, 300, 400 പോകുന്നത്. അപ്പോൾ 40 crores മതി ഒരു നല്ലൊരു സൂപ്പർ ഹീറോ പടം ചെയ്യാൻ എന്നതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എത്ര ബഡ്ജറ്റ് എന്നതിൽ കാര്യമില്ല. സോ ഉള്ള ബഡ്ജറ്റിൽ എത്ര നന്നായിട്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പടം സക്സസ് ആയിട്ടുണ്ട്. ആൻഡ് ബോക്സ് ഓഫീസിൽ ഈ പടം ഏകദേശം 300 കോടി എടുത്തിട്ടുണ്ട്. സോ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനും മൂവി എടുത്തിട്ടുണ്ട്. അപ്പോൾ പടം വന്ന് എനിക്ക് പേഴ്സണലായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന മൂവിയാണ്. സോ സാധാരണ തെലുങ്ക് പടങ്ങളൊക്കെ ഭയങ്കര ഓവറാണ്, ബട്ട് അവർക്കും നല്ല മൂവി ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട് ഈ പടം. ഇപ്പോൾ പടം വന്ന യൂണിവേഴ്സാണ് PVCU എന്ന് പറയും. അതായത് പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സാണ്. അതായത് ഈ ഒരു ഹ്യൂമൻസിന് ഗോഡ്സിൻ്റെ പവേഴ്സ് കിട്ടുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന യൂണിവേഴ്സാണിത്. സോ ഇനിയും ഫ്യൂച്ചറിൽ നിറയെ മൂവീസൊക്കെ വരാനുണ്ട്. മേ ബി ഹനുമാൻ 2 ഒക്കെ വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പടം ഈസ് റിയലി ഗുഡ്. പടത്തിൻ്റെ VFX ഒക്കെ നന്നായിട്ടുണ്ട്. അതായത് ഈ ബഡ്ജറ്റിലൊക്കെ നല്ല VFX അവർ മാക്സിമം ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ CGI തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സോ പടത്തിൻ്റെ ആ ഒരു സ്റ്റോറി കോൺസെപ്റ്റിലോട്ട് ഞാൻ ഇപ്പോൾ വരികയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്പോയിലറാണ് പറയുന്നത്, അതുകൊണ്ട് പടം കണ്ടവർ വീഡിയോ കാണുക. ഓക്കെ. സോ അപ്പം പടത്തിൽ വന്ന് പ്രധാനമായിട്ടും ഒരു സാധാരണ ഒരു പയ്യന് ഹനുമാൻ്റെ പവർ കിട്ടുകയാണ്. അതായത് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, ഒരു ഹനുമാൻ്റെ ബ്ലഡ് വന്ന് ഒരു കല്ലിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കല്ലെടുത്ത് ഇങ്ങനെ സൂര്യനിൽ കാണിക്കുകയാണെങ്കിൽ, അത് പകൽ സമയത്ത് സൂര്യൻ നോക്കി കാണിക്കുകയാണെങ്കിൽ അവന് ഹനുമാൻ്റെ കുറച്ച് പവേഴ്സൊക്കെ കിട്ടും. അതായത് മൊത്ത പവറും ഹനുമാൻ്റെ വരുമെന്നല്ല, കുറച്ച് പവേഴ്സ് ഹനുമാൻ്റെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ മാറിയവ അവൻ്റെ ആ ഒരു നാടിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ആക്ച്വലി എനിക്കത് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ആലോചിച്ച്, ഇങ്ങനെ ഹനുമാൻ്റെ പവർ കല്ലിലാവുമെന്ന് എനിക്ക് ആദ്യം തോന്നി. അതിനൊരു നല്ല എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് പുരാണത്തിൽ നിന്നുള്ള ആ സ്റ്റോറി തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് ഫാൻറ്റസി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹനുമാൻ വന്ന് കുട്ടിക്കാലത്ത് മറ്റേ സൂര്യനെ മാമ്പരാണെന്ന് കരുതി തിന്നാൻ പോകില്ലേ, അപ്പോൾ വിരിങ്ങും. ആ സമയം ഇന്ദ്രൻ വന്ന് വജ്രായുധം വെച്ചടിക്കും. അപ്പോൾ ആ ഒരു സമയം ഹനുമാൻ്റെ ബ്ലഡ് പോയി ആ ഒരു വീണ അതുവരെയാണ് കടലിൻ്റെ ഉള്ളിൽ ആരങ്ങളിൽ പോയി ആ ബ്ലഡാണ് ക്രിസ്റ്റലായിട്ട് മാറുന്നതായിട്ട്, അതായത് പവർ കൊടുക്കുന്ന ഒരു കല്ലായിട്ട് മാറുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കോൺസെപ്റ്റും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഹീറോ ഇത്രത്തോളം പവർഫുള്ളാണ്. അതായത് ഹനുമാൻ്റെ കുറച്ച് പവേഴ്സ് ഉണ്ട്, എന്നാലും അതിനൊരു വീക്ക്നെസ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് പകൽ സമയത്ത് മാത്രമേ, അതായത് പകൽ സമയത്ത് ആ സൂര്യൻ ഉദിച്ച് നിൽക്കുമ്പോൾ മാത്രമേ പവർ വർക്കാവൂ, അല്ലാത്തപ്പം വരില്ല, രാത്രി ഒന്നും പവർ കാണില്ല. അപ്പോൾ അതും കൊള്ളായിരുന്നു. ആ വീക്ക്നെസ്സും ഇവർ ആഡ് ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വില്ലനെ പറ്റി പറയുമ്പോൾ, വില്ലൻ ഒരു കിടിലം വില്ലനാണ്. ഇപ്പോൾ പടത്തിൻ്റെ ഓപ്പണിങ്ങിലൊക്കെ വില്ലൻ വെച്ചാണ് പോകുന്നത്. അതായത് വില്ലന് വന്ന് സൂപ്പർ ഹീറോ ആവണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവന് വന്ന സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി അവൻ എന്തു ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് അവൻ സൂപ്പർ ഹീറോ ആവാൻ നോക്കി അവസാനം അവൻ വില്ലനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ് ഒക്കെ സൂപ്പറായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വില്ലന് വന്ന് സൂപ്പർ പവർ ഒന്നും ഇല്ല, അവൻ ബാറ്റ്മാനെ പോലെയാണ് ഗാഡ്ജറ്റ്സ് ഒക്കെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വില്ലന് പവർ വേണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിലുള്ള പവർ എടുക്കാനാണ് വില്ലൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഈ വില്ലനെ വന്ന് ബാക്കിയുള്ള പടങ്ങളിലുള്ള പോലെ ഒരു ക്ലീശേ വില്ലനായിട്ട് കാണിച്ചില്ല, ലോകത്തിനെ തന്നെ നശിപ്പിക്കണം, അങ്ങനെ ഒരു വില്ലനല്ല. കാരണം ഈ വില്ലനെ ലോകത്തെ നശിപ്പിക്കണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല, ലോകത്തിനെ രക്ഷിക്കണം, സൂപ്പർ ഹീറോ ആവണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം. പക്ഷേ ഇവൻ്റെ ആ ഒരു വരിയാണ് തെറ്റ്. ഓക്കെ. ഇവൻ്റെ പവർ എടുത്ത് ഇവന് ലോകത്തെ രക്ഷിക്കണം, അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ സൂപ്പർ ഹീറോ ആവാൻ വേണ്ടി എത്ര പേരെ കൊല്ലാണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള വില്ലനാണ്. ഇപ്പം വില്ലനും കൊള്ളായിരുന്നു. ക്ലൈമാക്സിൽ വില്ലനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് തോന്നിയിട്ട്, ബട്ട് ആളുകൊണ്ട് വില്ലൻ കൊള്ളായിരുന്നു. പിന്നെ മാർവലും DC-യുടെ ഒക്കെ നിറയെ റെഫറൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ പടം കാണുമ്പോൾ തന്നെ പിടികിട്ടിട്ടുണ്ടാവും. പിന്നെ ക്ലൈമാക്സിനെ പറ്റി പറയുമ്പോഴേക്കും ക്ലൈമാക്സും ഒരു ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലൈമാക്സിലൊക്കെ ഹനുമാനൊക്കെ പറഞ്ഞ സീനൊക്കെ ഉണ്ട്. സോ അതൊക്കെ നല്ല ഗൂസ് പോംസ് ആയിട്ടുള്ളൊരു സീനാണ് കേട്ടോ. സോ ഹനുമാനെ വന്ന് കംപ്ലീറ്റ്ലി അവർ CGI ആക്കി കാണിച്ചത്. സോ അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് തോന്നിയത്. ബട്ട് എന്തായാലും ഹനുമാൻ പറഞ്ഞ സീൻ കംപ്ലീറ്റ്ലി ഗൂസ് പോംസ് ആയിരുന്നു. പിന്നെ പടത്തിൻ്റെ BGM ഒക്കെ സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഹനുമാൻ ബേസ്ഡ് ആയിട്ടുള്ള BGM ആണ്. BGM ഒക്കെ വേറെ ലെവലായിരുന്നു.
സോ ആൾറൗണ്ട് ഈ ഹനുമാൻ എന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കിടിലം പടമാണ്. സോ ഇതേപോലെ വേണം ഒരു സൂപ്പർ ഹീറോ പടം, അത് മിത്തോളജി ബേസ്ഡ് ആയിട്ട് ഒരു സൂപ്പർ ഹീറോ പടം ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ട് നിറയെ ഇൻഡസ്ട്രിയൊക്കെ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതേപോലെയുള്ള പടങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ വരണം, യൂണിവേഴ്സ് സക്സസ് ആയിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.